Today we are going to discuss about redox titration. They are based on an oxidation reduction reaction between the analyte and titrant. They are carried out by using a potentiometer or redox indicator to determine the endpoint. A redox titration is the same as an acid-base titration except it involves a redox reaction and generally does not require an indicator. Reagents are chosen so that the reaction is spontaneous. The different type of redox titration are permanganometry, cerometry, dichrometry, iodimetry, iodometry, iodotimetry and bromotimetry. അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷന് നടക്കുന്ന ടൈട്രേഷൻ നമുക്ക് റെഡോക്സ് ടൈട്രേഷൻ എന്ന് പറയാം. അതിൽ നമുക്ക് അനലൈറ്റ് ആൻഡ് ടൈട്രൻ്റ് ഉണ്ടാവും. അനലൈറ്റും ടൈട്രൻറ്റും അതിലൊന്ന് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. സെക്കൻഡ് വൺ അത് ടൈട്രൻറ്റ് എന്ന് പറയുന്നത് റെഡോക്സ് ഏജൻ്റ് ആയിരിക്കും. റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്കറിയാം ഓക്സിഡേഷൻ റിഡക്ഷനാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിലെ എൻഡ് പോയിൻ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് റെഡോക്സ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ടും നമുക്ക് ഈ റിയാക്ഷൻ നടത്താൻ ഈ ടൈട്രേഷൻ നടത്താൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് എൻഡ് പോയിൻ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ റെഡോക്സ് ടൈട്രേഷൻ ഈസ് ദി സെയിം ആൻ ആസിഡ് ബേസ് ടൈട്രേഷൻ. അതിൽ ആസിഡ് ബേസ് ടൈട്രേഷനെ പോലെ തന്നെയാണ് റെഡോക്സ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. അതിൽ റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് റെഡോക്സ് റിയാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നതാണ് റെഡോക്സ് ടൈട്രേഷൻ. അതിൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവും, ചിലതിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ റിയേജൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻസുകളാണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെഡോക്സ് ടൈട്രേഷനാണ് പെർമാംഗനോമെട്രി, സീരിമെട്രി, ഡൈക്രോമെട്രി, അയോഡിമെട്രി, അയോഡേറ്റിമെട്രി ആൻഡ് ബ്രോമേറ്റിമെട്രി. ഇതെല്ലാം നമ്മുടെ റെഡോക്സ് ടൈട്രേഷന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഇൻ ഓക്സിജനാണ്, അല്ലെങ്കിൽ ലോസ് ഓഫ് ഹൈഡ്രജൻ അല്ലേ, അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഇതിനൊക്കെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പം മഗ്നീഷ്യം ഓക്സൈഡായിട്ട് മാറുന്നതിന് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ വാട്ടർ ഓക്സിജനായിട്ട് മാറുന്നതിന് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ മഗ്നീഷ്യം 12 ഇലക്ട്രോൺസുള്ള മഗ്നീഷ്യം 10 ഇലക്ട്രോൺസ് ആയിട്ടുള്ള മഗ്നീഷ്യം ഓക്സൈഡാക്കി മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺസ് അവിടെ ലോസ് ചെയ്യാണ്. അപ്പോൾ അതിന് ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം ഓക്സിഡേഷന്. ഇലക്ട്രോൺ റിലീസിങ് ആണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ഓക്സിജനാണ്. അതിന് വാട്ടർ എന്തായിട്ട് മാറി? ഹൈഡ്രജനായിട്ട് മാറി. അപ്പോൾ ലോസ് ഓഫ് ഓക്സിജനാണ് ഇവിടെ റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓക്സിജൻ റിലീസ് ചെയ്യാണ്. അതുപോലെ തന്നെ ഗെയിൻ ഇൻ ഹൈഡ്രജൻ ഗെയിൻ ചെയ്യുന്നതിനാണ് നമുക്ക് റിഡക്ഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നതിനും നമ്മൾ റിഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പം ഓക്സിജൻ 8 ഇലക്ട്രോണാണ്, അത് H2O2 ആകുമ്പം 9 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. അപ്പോൾ അവിടെ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തു. അപ്പോൾ ഗെയിനിങ് ഓഫ് ഇലക്ട്രോണാണ് റിഡക്ഷൻ. The reductants that involves the redox reaction can be differentiated in two kinds, oxidizing agent and reducing agent. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഓക്സിഡൻറ്റ് ആൻഡ് റിഡക്റ്റൻറ്റ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ the substance that takes electrons in the redox reaction, that is oxidizing agent. The substance that donate the electron in redox reactions, that is reducing agent. A reactant that oxidize the other reactant. A substance that reduce other substance, that is reducing agent. ഏജൻറ്റ് എന്ന് പറയുമ്പം റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഒരു സബ്സ്റ്റൻസിനെ മറ്റൊരു സബ്സ്റ്റൻസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നതിനാണ് നമുക്ക് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഓക്സിഡൈസ് ചെയ്യുന്നതിനെ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയും. എ റിയാക്റ്റൻറ്റ് ദാറ്റ് ക്യാൻ ഗെയിൻ ഇലക്ട്രോൺ, ദാറ്റ് ഈസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. എ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ലോസ് ഇലക്ട്രോൺ. എ റിയാക്റ്റൻറ്റ് ദാറ്റ് ഇൻ റിയാക്ഷൻ അണ്ടർഗോ റിഡക്ഷൻ. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റിന് എപ്പോഴും റിഡക്ഷനാണ് സംഭവിക്കുക, റെഡ്യൂസിങ് ഏജൻറ്റിന് എപ്പോഴും ഓക്സിഡേഷനാണ് സംഭവിക്കുക. റിയാക്റ്റൻ ദാറ്റ് ഇൻ റിയാക്ഷൻ അണ്ടർഗോ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണെങ്കിൽ നമുക്കതിനെന്ത് പറയാം? അതിനെ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയാം. ഇൻക്രീസിങ് ആണ്, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾസ് ആണ് ഇത് പറഞ്ഞാൽ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിനൊക്കെ നമ്മളെ ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ എക്സാമ്പിളാണ്. റെഡ്യൂസിങ് ഏജൻറ്റ് ഹൈഡ്രജൻ, F-, Cl-, Br-, I-. ഈ അയോൺസൊക്കെ റെഡ്യൂസിങ് ഏജൻറ്റ്സ് ആണ്. ഇനി നമ്മൾ പൊട്ടാസ്യം പെർമാംഗനോമെട്രി എന്ന് പറയും. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. സീരിമെട്രിയിൽ സീരിക് സൾഫേറ്റ്, ഡൈക്രോമെട്രിയിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. അയഡിമെട്രി ആൻഡ് അയഡോമെട്രിയിൽ അയഡിൻ. ദെൻ അയഡേറ്റിമെട്രിയിൽ പൊട്ടാസ്യം അയഡേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്രൊമാറ്റിമെട്രിയിൽ പൊട്ടാസ്യം ബ്രോമേറ്റ് ആണ് നമ്മൾ ടൈട്രൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അമോണിയം അയൺ ടു സൾഫേറ്റ് ഹെക്സാ
ഹൈഡ്രേറ്റ്, അതിനെ മോസാൾട്ട് എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളാണ് സോഡിയം തയോസൾഫേറ്റ് പെൻറ്റാഹൈഡ്രേറ്റ്, ആഴ്സേനിയസ് ഓക്സൈഡ്, സോഡിയം ഓക്സലേറ്റ്, ഓക്സാലിക് ആസിഡ്, ഡീഹൈഡ്രേറ്റ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പെർമാംഗനോമെട്രിയാണ്. എന്താണ് പെർമാംഗനോമെട്രി എന്ന് പറയുന്നത്? It is the technique used to quantitative analysis in chemistry. It is a redox titration and involves the use of permanganate and is used to measure the amount of analyte present in unknown chemical samples. അപ്പോൾ നമ്മൾ KMnO4 അല്ലേ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈട്രേഷൻ ചെയ്യുകയാണെങ്കിൽ, റെഡോക്സ് ടൈട്രേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പെർമാംഗനോമെട്രി എന്ന് പറയാം. അതിൽ നമ്മൾ KMnO4 ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ വോളിയോമെട്രിക് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ടാണ് നമ്മളിവിടെ KMnO4 യൂസ് ചെയ്യുന്നത്. KMnO4 എന്ന് പറഞ്ഞാൽ പവർഫുൾ ഓക്സിഡൻ്റ് ആണ്. അതിൽ ഇൻറ്റൻസ് കളർ പെർമാംഗനേറ്റ് അയോൺ ഉണ്ട്, MnO4 മൈനസ് അയോൺസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, എൻഡ് പോയിൻറ്റ് നമ്മളിവിടെ ഡിറ്റക്റ്റ് ചെയ്യും. ഡിപ്പെൻഡിങ് അപ്പോൺ ദി റിയാക്ഷൻ കണ്ടീഷൻ പെർമാംഗനേറ്റ് അയോൺ ഈസ് റെഡ്യൂസ്ഡ് ടു മാംഗനീസ്. അതിൽ പെർമാംഗനേറ്റ് അയോൺസ് മാംഗനീസ് അയോണായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ എന്താണ്, റെഡോക്സ് റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആദ്യം +2, +3 ആൻഡ് +4 ഓർ +6 സ്റ്റേറ്റിലാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ റിയാക്ഷൻ നടക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറുന്നുണ്ട്. അപ്പോൾ KMnO4 എന്ന് പറഞ്ഞാൽ പവർഫുൾ ഓക്സിഡൻ്റാണ്. അത് സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇൻ സ്ട്രോങ്ലി അസിഡിക് സൊല്യൂഷൻ അതിലുള്ള റിയാക്ഷനാണ് MnO4 മൈനസ് +8H++ 5 ഇലക്ട്രോൺ ഗിവ്സ് Mn2++ 4H2. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻ്റാണ് അവിടെ റിഡക്ഷൻ നടന്നിട്ട് Mn2+ അയോൺസ് ആയിട്ട് മാറി. അപ്പോൾ വയലറ്റ് കളറുള്ള MnO4 മൈനസ് കളർലെസ് ആയിട്ടുള്ള മാംഗനസ് അയോൺ ആയിട്ടാണ് അവിടെ മാറുന്നത്. അതിൻ്റെ E0 എന്ന് പറയുമ്പോൾ 1.51 വോൾട്ടാണ്. ഇവിടെ നമ്മൾ റിയാക്ഷൻ മിക്സ്ചർ ആസിഡിഫൈ ചെയ്യുന്നത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് മാത്രമേ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ, കാരണം അത് ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റോ ഒരു റെഡ്യൂസിങ് ഏജൻറ്റോ അല്ല. അതുകൊണ്ട് തന്നെ പെർമാംഗനേറ്റ് അയോണിനെ അതിന് ഒരു ആക്ഷൻ നടത്താൻ പറ്റില്ല. പെർമാംഗനേറ്റ് അയോണിൽ ഒരു ആക്ഷൻ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡൈല്യൂട്ട് H2SO4 ആണ് എപ്പോഴും അസിഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡോ ഡൈല്യൂട്ട് HNO3 അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡോ അസിറ്റിക് ആസിഡോ ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺലി ഡൈല്യൂട്ട് H2SO4. ദെൻ HCl നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. HCl എന്ന് പറയുന്നത് ഒരു ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ HCl ഇവിടെ ആസിഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ HCl ഉപയോഗിച്ചാൽ എന്താണ് അവിടെ നടക്കുന്നത്? MnO4നെ Mn2+ ആയിട്ട് അത് റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് ഡൈല്യൂട്ട് H2SO4 ഓൺലി. The relative high reduction potential value indicates that MnO4 minus has a high tendency to undergo reduction to Mn2+ and can act as strong oxidant. Then feebly acidic and neutral or alkaline solutionൽ നമ്മൾ MnO4ൻ്റെ റിയാക്ഷനാണ് നമ്മൾ താഴെ കൊടുത്തത്. MnO4 മൈനസ് MnO2 ആയിട്ട് ബ്രൗൺ സോളിഡ് ആയിട്ടാണ് മാറുന്നത്. ഇനി സൊല്യൂഷൻ ദാറ്റ് ആർ വീക്ക്ലി അസിഡിക് above pH 4, neutral or weakly alkaline manganese dioxide is the most common reduction product. അപ്പോൾ MnO2 എന്ന് പറയുന്ന മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറയുന്ന ബ്രൗൺ സോളിഡാണ് അവിടെ റിഡക്ഷൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ വെരി സ്ട്രോങ്ലി ആൽക്കലൈൻ സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ എന്താണ്, ഒരു ഗ്രീൻ മാംഗനേറ്റ് അയോണാണ് കിട്ടുക. അപ്പോൾ സ്ട്രോങ്ലി ആൽക്കലൈൻ സൊല്യൂഷൻ നമ്മൾ ഉപയോഗിച്ചാൽ ഗ്രീൻ മാംഗനേറ്റ് അയോൺ ആയിട്ടുള്ള MnO4 മൈനസ് ഇലക്ട്രോൺ ആഡ് ചെയ്തിട്ട് MnO4 2- ആയിട്ട് മാറും. ഇനി പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഇൻറ്റൻസ് പേർപ്പിൾ കളറാണ് നമ്മൾ മാംഗനീസ് അയോൺ പെർമാംഗനേറ്റ് അയോണിനുള്ളത്. അത് Mn2+ ആയിട്ടുള്ള കളർലെസ് ആയിട്ട് അത് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എൻ പോയിൻറ്റ് പെട്ടെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. But the reaction mixture at equivalence point is colorless and even a single drop of permanganate would impart sufficient pink color to the solution, acting as self-indicator. This also leads a precaution that while titrating a reducing agent with KMnO4, constant stirring of reaction mixture is must, otherwise local reduction in acidity may lead to precipitation of MnO2 according to this reaction.
പെർമാംഗനേറ്റ് അയോൺ ഇവിടെ സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻറ്റൻസ് പേർപ്പിൾ കളർ അവിടെ വരുന്നുണ്ട്. അത് Mn2+ ആയിട്ടുള്ള കളർലെസ്, നമ്മൾ ടൈട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ Mn2+ ആയിട്ടുള്ള കളർലെസ് സൊല്യൂഷനായിട്ട് മാറും. അപ്പോൾ നമുക്ക് എൻഡ് പോയിൻ്റ് പെട്ടെന്ന് ഒറ്റ സിംഗിൾ ഡ്രോപ്പിൽ തന്നെ എൻഡ് പോയിൻ്റ് നമുക്കിവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ല. അത് നമ്മുടെ മാംഗനീസ് എപ്പോഴും അതിൽ ട്രേസസ് ഓഫ് മാംഗനീസ് ഡയോക്സൈഡ് ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻ ടൈട്രേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രൈമറി സ്റ്റാൻഡേർഡായിട്ടുള്ള ഓക്സാലിക് ആസിഡ് വെച്ചിട്ട് അല്ലെങ്കിൽ മോസാൾട്ട് വെച്ചിട്ട് നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പെർമാംഗനോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ.